വട്ടവടയിലെ അഭിമന്യുവിനോടൊപ്പം തന്നെ സംസാരിക്കുന്നത് ഞാൻ ഇന്നലെ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ റിപ്പീറ്റ് ചെയ്യാറുള്ളത്. മുഖ്യമന്ത്രി ഇന്നലെ പത്രസമ്മേളനം നടത്തി. വേണ്ടാത്ത കാര്യമൊക്കെ പറഞ്ഞു. നുണ 30 ദിവസമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന നുണ മുഴുവൻ ആവർത്തിച്ചു. എഴുതിക്കൊണ്ടെന്ന് നുണ വായിക്കാം, എഴുതിക്കൊണ്ടെന്ന് നുണ വായിക്കാം എല്ലാ ദിവസവും. പക്ഷേ ഈ വന്യജീവി ആക്രമണത്തെപ്പറ്റി, ആളെ ചവിട്ടിക്കൊന്നതിനെ പറ്റി പറഞ്ഞില്ല മുഖ്യമന്ത്രി. കടലാക്രമണത്തിൻ്റെ രൂക്ഷത തീരപ്രദേശം മുഴുവൻ അനുഭവിക്കുക, മിണ്ടിയില്ല. ഞാൻ ചോദിക്കട്ടെ, എന്ത് നടപടിയാണ് ഈ വർദ്ധിച്ചു വരുന്ന വന്യജീവി ആക്രമണങ്ങൾക്കെതിരായി സംസ്ഥാന ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുള്ളത്? ഈ പറശ്ശേരിക്കര പ്രദേശം 30 വീടുകളിൽ നിന്നാണ് പട്ടിയെ പിടിച്ചുകൊണ്ട് വരുന്നത്. പുലി ഇറങ്ങിയിട്ട് 2 പേരെയാണ് കാട്ടുപോത്ത് കൊന്നത്. ഈ പാൻ ഒരാളെ ചുട്ടിക്കൊന്നു. എന്ത് സുരക്ഷിതത്വമാണ് ആ മനുഷ്യർക്ക് കൊടുക്കുന്നത്? പാവപ്പെട്ട ആളുകൾക്കെതിരായിട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കേസെടുത്തുകൊണ്ടിരിക്കുക. വരട്ടോടെ വരെ ഭീഷണിപ്പെടുത്തുവാണ്. ഭീതിയിൽ കഴിയുന്ന പാവങ്ങളെ. കൃഷി മുഴുവൻ നശിച്ചു. പശുവിനെ കടന്നാണ് ജീവിക്കുന്നത്. കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പോകാൻ പറ്റില്ല, പശുവിന് പുല്ല് വെട്ടാൻ പോകാൻ പറ്റില്ല, പാല് കറന്നത് കൊടുക്കാൻ പറ്റില്ല. ഈ ദുസ്ഥിതിയിലാണ് വനാതിർത്തിയിലെ മനുഷ്യർ ജീവിക്കുന്നത്. നിസ്സംഗരായിരിക്കുകയാണ് സംസ്ഥാന ഗവൺമെൻറ്. ഒരു കാര്യവും ചെയ്യുന്നില്ല. വനമന്ത്രിയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞാൻ മന്ത്രിയായതുകൊണ്ടാണ് ആന കാട്ടിയെന്ന് ഇറങ്ങണമെന്ന് ചോദിച്ചാൽ ഇതുമില്ലേ മുഖ്യമന്ത്രിക്ക്? അദ്ദേഹമല്ലേ ഇതൊക്കെ ലീഡ് ചെയ്യുന്ന ആൾ? അദ്ദേഹത്തിന് ഒരു ഉത്തരവാദിത്വം ഇല്ലേ? ഈ പാവങ്ങളോട് ഇതാണോ ചെയ്യുന്നത്? ഭരിക്കാൻ മറന്നുപോയി. ഭരണമല്ല ഒരു കാര്യം. അദ്ദേഹം ഈ ഗവേണൻസിനെ പറ്റി, അദ്ദേഹത്തിൻ്റെ ഭരണത്തെപ്പറ്റി, ഭരണകൂടത്തെപ്പറ്റി ഒറ്റ ചോദ്യത്തിന് മറുപടി പറയില്ല. ഒരു മറുപടിയും പറയില്ല. ഇത്രയും പേര് മരിച്ചു കഴിഞ്ഞാൽ, ഇത്രയും പേര് മരിച്ചു. ഇതിൻ്റെ ഇടയിൽ ഒരു യോഗം വിളിച്ചല്ലോ. ആ യോഗത്തിൻ്റെ ഔട്ട്കം എന്തായിരുന്നു? ആ യോഗത്തിൻ്റെ തീരുമാനം എന്തായിരുന്നു? ആ യോഗത്തിൻ്റെ ഏത് തീരുമാനമാണ് നടപ്പാക്കിയത്? ഒരു തീരുമാനം നടപ്പാക്കിയിട്ടില്ല. ഒരു തീരുമാനം നടപ്പാക്കി. ഇപ്പോൾ ഈ 10 ലക്ഷം രൂപ അത് കേന്ദ്രത്തിൽ നിന്ന് വരുന്ന പൈസ അതുകൊണ്ട് കൊടുക്കുക. അത് കൊടുക്കാത്ത ഇഷ്ടം പോലെ 7000-ലധികം പേർക്ക് നഷ്ടപരിഹാരം കൊടുത്തിട്ടില്ല. വന്യജീവി ആക്രമണം ഉണ്ടായ 7000-ലധികം പേർക്ക്. കേരളം മുഴുവൻ ഈ പ്രശ്നമാണ് വനാതിർത്തി. ഈ തമിഴ്നാട് ഗവൺമെൻറ്, കർണാടക ഗവൺമെൻറ് എത്രയോ സ്റ്റെപ്പ് എടുത്തു. ഒരു പണിയും ചെയ്യാത്ത ഈ രാജ്യത്തെ ഏക ഗവൺമെൻറ്റാണ് ഇത്തരം കെടുകാര്യസ്ഥത മുഖമുദ്രയാക്കിയ ഈ സർക്കാരിനെതിരെ ഈ തെരഞ്ഞെടുപ്പിൽ താക്കീതുണ്ടാവും. ഒരു സംശയ കാര്യത്തിൽ വേണ്ട. ഒരു കാര്യം, മുഖ്യമന്ത്രി ഇന്നലെ ആക്ഷേപം ഉന്നയിച്ചിരുന്നു, ഇലക്ട്രൽ ബോണ്ടിലെ പണം കോൺഗ്രസ് പറ്റിയിട്ടുണ്ട്, അത് അഴിമതിയാണെന്നാണ്. അല്ല, ഇലക്ട്രൽ ബോണ്ടിലെ പണം പറ്റണതിന് അങ്ങനെ അഴിമതിയാവുന്നത്? ഇലക്ട്രൽ ബോണ്ടിൽ പലരും പൈസ തരില്ലേ? BJP, ഞങ്ങൾ പ്രതിപക്ഷത്തിലിരിക്കണം. BJPയെ കുറിച്ചുള്ള ആക്ഷേപം എന്താ? അല്ലല്ലേ, BJPയെ കുറിച്ചുള്ള ആക്ഷേപം എന്താ? ED ഉപയോഗിച്ച് റെയ്ഡ് നടത്തി, എന്നിട്ട് അവിടെ നിന്ന് കൊണ്ട് പണം കൊടുത്തു. അല്ലേ? നിയമവിരുദ്ധം അല്ലല്ലോ ഇലക്ട്രൽ ബോണ്ട്. കോടതി കൂടി നേരത്തെ അംഗീകരിച്ചതാണല്ലോ. നിയമവിരുദ്ധമാണെന്ന് പറഞ്ഞോട്ടെ. പിന്നെ CBIയെ വിട്ട് റെയ്ഡ് നടത്തി, അവിടെ നിന്ന് 500 കോടി 1000 കോടിയും കൊടുത്ത് പണം മേടിച്ചു. ഇത് രാജ്യത്തുണ്ടാക്കിയ ഒരു നിയമത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ വാങ്ങിച്ചു. ഇവർ ഈ പണ്ട് EP ജയരാജൻ, ഞാൻ അദ്ദേഹത്തെ പറ്റി ഒന്നും പറയാറില്ല, അദ്ദേഹം മറ്റേ ബോണ്ട് മേടിച്ചല്ല, അത് തിരിച്ചു കൊടുത്തത്. സാന്റിയാഗോ മാർട്ടിൻ്റെ നിന്ന് ബോണ്ട് മേടിച്ചല്ലോ, തിരിച്ചു കൊടുത്തല്ലോ. പിന്നെ VS അച്യുതാനന്ദൻ ഷെയ്ഡി ക്യാരക്ടറാണെന്ന് പറഞ്ഞ ആളുകളുടെ കയ്യിൽ നിന്ന് പണം മേടിച്ച് EK നായനാർ ഫുട്ബോൾ നടത്തിയല്ലോ, ഇല്ലേ? പിന്നെ ദേശാഭിമാനിയുടെ പരസ്യം ഈ പറഞ്ഞ ആളുകളിലൊക്കെ ആയിരുന്നല്ലോ. ഇതൊക്കെ പറയട്ടെന്നേ. റോബർട്ട് വദ്രയുടെ, താങ്കൾ എന്തറിഞ്ഞിട്ടാണ് ഈ ചോദിക്കുന്നത്? റോബർട്ട് വദ്രയുടെ കമ്പനിയാണോ DLF? ആണോ? അങ്ങനെ പറയരുത്. അല്ല, ആര് പറഞ്ഞു? താങ്കൾക്കറിയാമോ? അങ്ങനെ ചോദിക്കരുത്. നിങ്ങൾക്കറിയാൻ പാടാത്തൊരു കാര്യം സോഷ്യൽ മീഡിയയിൽ കണ്ടതോ അല്ലെങ്കിൽ ഏതെങ്കിലും CPM നേതാക്കളെ എഴുതിവിട്ട കാര്യം പറഞ്ഞ് ദേവി ഇത് ചോദിക്കരുത്. താങ്കളെ പോലത്തെ ഒരു ഉത്തരവാദിത്തപ്പെട്ട മാധ്യമപ്രവർത്തകൻ അല്ലല്ല ആരുടെ ആക്ഷേപം? താങ്കളെ പോലത്തെ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു മാധ്യമപ്രവർത്തകൻ അത്തരം ഒരു ചോദ്യം ചോദിക്കാൻ പാടില്ല. DLF പൈസ കൊടുത്തത് റോബർട്ട് വദ്രയുടെ പൈസ എന്നൊക്കെ പറയുന്നത്, അയ്യേ, അല്ലല്ലേ, വെറുതെ ചുമ്മാ ചോദിക്കാൻ വേണ്ടിയിട്ട് വെറുതെ ചോദിക്കും.